തിരുവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് വളരെ ശാന്തമായിട്ട് ചിന്തിക്കാം. അതിനാധാരമായിട്ട് പരിചിതമായ വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. 5-ാം വാക്യം. എങ്കിലും അതിന് ആദ്യം വായിച്ച ചിപ്പം വായിക്കായിരുന്നേ, ഒന്നുകൂടെ വായിരും. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സഭായോഗത്തിൽ കർത്താവിന്റെ ദാസന്മാർ 2 പേരും 5 മിനിറ്റ് എടുത്തില്ല. അവരൊക്കെ നന്നായി വചനം സംസാരിക്കുന്നവരാ. ഒരാഴ്ച ജോലിയുടെയും മറ്റ് പ്രാരാബ്ദവും ചിലർക്ക് രോഗപീഠകളും പലവിധ പ്രശ്നങ്ങളും ഒക്കെ കൂടെ പോകുന്നത്. അപ്പൊ ഈ ആരാധനയ്ക്ക് വന്ന് സംബന്ധിക്കുന്നത് വചനം കേട്ട് ചൈതന്യപ്പെടാനും ബലപ്പെടാനുമാണ്. അപ്പൊ ഞങ്ങളെ പോലെ പ്രസംഗിക്കുന്ന ആൾക്കാര് ആ വിധത്തിലുള്ള മെസ്സേജാ തരേണ്ടത്. ഇപ്പൊ ഈ വാക്യം വായിച്ചപ്പോ ചിലർക്കൊരു ചിന്ത, ദൈവമേ ബലപ്പെടാന്ന് ഓർത്ത് വന്നപ്പോ അങ്ങേര് വായിപ്പിച്ച വാക്യം മിക്ക പേരിലും ദൈവം, ഒരു ചിന്ത ഭരിക്കാം. അപ്പൊ ഈ ആഴ്ച അങ്ങനെ ചിന്തിക്കണ്ട. ആ വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ പ്രത്യാശയ്ക്കൊരു വകയുണ്ട്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന. അപ്പൊ അതിന് വേറൊരു വാച്യാർത്ഥമുണ്ട്, കുറച്ചു പേര് പ്രസാദിച്ചു. ആ ഗ്രൂപ്പിൽ പെടണം ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. കരമുയർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവപ്രസാദം എന്റെ മുൻപിൽ തിളങ്ങിടുന്നു, ദൈവപ്രസാദം എന്റെ മുൻപിൽ തിളങ്ങിടുന്നു. ചൊല്ലാവതല്ല വാക്കുകൾ പരമേശ, ചൊല്ലാവതല്ല വാക്കുകൾ പരമേശ. പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും. കേടാകറ്റും നമമ നീടാർന്ന നായക, കേടാകറ്റും പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും. എന്നുള്ളമാകും മക ദൈവാലയത്തിൽ നിന്നും, എന്നുള്ള നിന്നും പൊങ്ങും നിനക്ക് വന്ദനം പരമേശ, പൊങ്ങും നിനക്ക് വന്ദനം പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും. ദൈവപ്രസാദമെന്റെ മുൻപിൽ ചൊല്ലാവതല്ല വാക്കുകൾ പരമേശ, ചൊല്ലാവതല്ല വാക്കുകൾ പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. നമുക്കറിയാം, കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. 1-ഉം 2-ഉം ലേഖനം. 2 ലേഖനവും മൊത്തത്തിൽ പഠിച്ചാൽ 2 ലേഖനത്തിലെയും വിഷയം വിശുദ്ധീകരണമാണ്, അല്ലെങ്കിൽ വേർപാട്.
2 ലേഖനത്തിലെ വിഷയം വേർപാട്, വിശുദ്ധീകരണം. നമ്മള് 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ് വായിച്ചത്. 1-ാം ലേഖനം 16 അധ്യായമുണ്ട്. 1-ാം അധ്യായത്തിൽ സഭയ്ക്കകത്ത് പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, കേബാവിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം, മുഴുവൻ പക്ഷം പിടിക്കുക. 2-ാം അധ്യായത്തില് ഉപദേശമൊന്നും കൈക്കൊള്ളുന്നില്ല, എല്ലാം അറിയാന്നുള്ള അഹമ്മതി. 3-ാം അധ്യായത്തില് ഈർഷ്യയും പകയും പിണക്കവും. 4-ാം അധ്യായത്തില് അറിവ് അങ്ങ് ചീർപ്പിക്കുക, അറിവ് ചീർപ്പിക്കുന്നു. 5-ാം അധ്യായത്തിൽ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത നടപടിക്രമങ്ങൾ സഭയ്ക്കകത്ത്, കേൾക്കാനും പറയാനും ലജ്ജാകരം. 6-ാം അധ്യായത്തിൽ കേസും കോടതിയും വഴക്കും വ്യവഹാരം. ദൂതന്മാരെ വിധിക്കേണ്ടവരാ, ജാതികളെ വിധിക്കേണ്ടവരാ. ഇപ്പൊ അവര് നമ്മളെ വിധിച്ചുകൊണ്ടിരിക്കുക. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം. എനിക്കാണ് സാലറി കൂടുതൽ, എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് അച്ചായൻ അമേരിക്ക വന്നത്, ഇല്ലെങ്കിൽ അതിലെ കൂടെ ലാക്കുലൂക്കെന്ന് നടന്നേനും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കണ്ട് അനുസരിച്ച് നോക്കി പേടിപ്പിക്കരുത്. എനിക്കൊരു പനിയുള്ളത് കൊണ്ട് അല്പം ക്ഷീണമാണ്. ഭർത്താവും പ്രശ്നം ഉണ്ടാക്കുന്നു. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ അടി തരും, നിനക്ക് എന്നെ അറിയത്തില്ല, അമേരിക്ക നിന്നില്ലെന്നേ ഉള്ളൂ, എൻ്റെ തനിതറം. കുടുംബ പ്രശ്നം. അപ്പൊ അതിന് ഉള്ള പരിഹാരമായി 7-ാം അധ്യായത്തിൽ. 8-ാം അധ്യായത്തില് വിഗ്രഹാർപ്പണം ഭക്ഷിക്കാമോ ഭക്ഷിക്കാൻ പാടില്ലയോ? കുറെ പേര് പറഞ്ഞ് ഭക്ഷിക്കാം, കുറച്ച് പേര് പറഞ്ഞ് ഭക്ഷിക്കണ്ട, തർക്കം. കുറച്ച് പേര് പറഞ്ഞു വിഗ്രഹത്താന്തേലും സ്തോത്രത്തോടു കൂടി ഭക്ഷിക്കുന്നെങ്കിലും ഒന്നും വർജിക്കേണ്ട, പ്രാർത്ഥനയാലും സ്തോത്രത്താലും എല്ലാം ശുദ്ധീകരിക്കപ്പെടുമല്ലോ. അപ്പൊ കുറെ പേര് പറഞ്ഞത് ദേവന്മാർക്ക് ബലി കഴിച്ച് നമുക്ക് പാടില്ല, തർക്കമാണ്. 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നു. പൗലോസ് ആരാ? ഇയാളെന്നാ രക്ഷിക്കപ്പെട്ടത്? ഞങ്ങൾ സാറപ്പച്ചന്റെ കാലത്ത് ഇറങ്ങിയതാ, സാറപ്പച്ചൻ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്, കട്ടിൽ ഇപ്പോഴും. ഇയാളാ ആരാ ഓർഡിനേഷൻ കൊടുത്തത്? പുള്ളി എന്നാ പാസ്റ്ററായത്? പുള്ളിക്ക് ഇതൊക്കെ പറയാ റൈറ്റ് തന്നെ? നോട്ടോ ഇരിപ്പം കണ്ടിട്ട് അങ്ങനൊക്കെ എനിക്കങ്ങ് തോന്നുന്നു. പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ഇവര് ചോദ്യം ചെയ്യുകയാണ്. 10-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം ഭക്ഷിച്ചു, കുറെ പേരൊക്കെ പട്ടുപോയി. 11-ാം അധ്യായത്തിൽ 2 വിഷയമാണ്. ആ 11-ന്റെ 1 മുതൽ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. 1 മുതൽ പഠിക്കുമ്പോൾ ഫാഷൻ, ലോകത്തിൽ ഏത് ഫാഷൻ ഇറങ്ങിയാലും അതെല്ലാം സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് കാണിക്കുക, പ്രദർശനം. നമ്മൾ ലോകക്കാരല്ലല്ലോ, പുസ്തകത്തിലെ പ്രമാണം അനുസരിച്ച് ആണോ? അല്ല, നോട്ടോ ഇരിപ്പം കണ്ട് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ പുസ്തകം അങ്ങനെ പഠിപ്പിക്കും. നമ്മൾ ലോകക്കാര് ലോകത്തിൽ നമ്മൾ എടുത്തിരിക്കല്ലേ, വേർതിരിച്ചു. അപ്പൊ ആരേത് ഫാഷൻ കാണിച്ചാൽ അതെല്ലാം സൺഡേ ഇവിടെ കൊണ്ട് പ്രദർശിപ്പിക്കും. സൺഡേ ആരാധനയ്ക്കും ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു സ്ഥലവും സമയവും സന്ദർഭവുമാണ്. ഇതല്ല. ഞായറാഴ്ചയാ സകല കേസും വന്ന് കുറെ പേര് പറഞ്ഞ് മുടി കട്ടിക്കാം, കുറെ പേര് പറഞ്ഞ് കണ്ടിക്കാനൊക്കത്തില്ല, കുറെ പറഞ്ഞ് മുടി ഇങ്ങനെ വെട്ടാം എന്ന് പറഞ്ഞ് അങ്ങനെ വെട്ടാനൊക്കത്തില്ല, കുറെ പറഞ്ഞ് തലയെ തുണികിടാം പറഞ്ഞ് തലയെ തുണികിടുന്ന കുഴപ്പമില്ല, തർക്കമാ, ഫാഷനാ. കുറെ പറഞ്ഞ് പിന്നെ ഇടാം, അയ്യോ അത് പിന്നരുത്, നീട്ടാം, ഓ നീട്ടണ്ട, മുഴുവൻ തർക്കമാ, ഫാഷൻ.
ഇതിപ്പോ ദൈവദാസന്മാർക്ക് ഇതിപ്പോ പറയാൻ നോക്കുന്നില്ല, അവരും കിടന്ന് ഞരങ്ങുക. അതാ 11-ലെ 2 വിഷയത്തിൽ ഒരു വിഷയം പറഞ്ഞാൽ നമ്മളൊന്നും മിണ്ടണ്ട, എങ്ങനെയും വന്നിരിക്കട്ടെ. ഇനിയിപ്പോൾ അത് പറഞ്ഞൊരു പ്രശ്നം, എന്നാൽ അത് പിള്ളേരെല്ലാം പോകാൻ ഉന്നം വെച്ചിരിക്കുക, ഇനി അത് പറഞ്ഞിട്ടുള്ളതൂടെ ഫാഷൻ. പിന്നെ 22 മുതലുള്ള വാക്യം താഴോട്ട് എടുക്കുമ്പോൾ തിരുമേശയുടെ ഉപദേശമാണ്. അത് പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച്. 23-ാം വാക്യം അങ്ങനെ ആണല്ലോ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും തനതായ ഉപദേശം. 11-ാം അധ്യായത്തിൽ ആർക്കൊക്കെ എടുക്കാം, ആരൊക്കെ എടുക്കരുത്, എടുക്കുന്നവരെങ്ങനെ ആയിരിക്കണം, ഇത് ചുമ്മാ എലിവശം തിന്നും പോലെ തിന്നരുത്, എടുത്തങ്ങ് തിന്നേച്ചു മൗനമായിട്ട് നമ്മളവർക്കും ധ്യാനിക്കുകയാണ്. ഇത് തൊണ്ടയിലെങ്ങാണ്ട് ഉടക്കി വെള്ളം അത് കുടിക്കാൻ ഇവിടെ പിന്നെ ഇച്ചിരിയെ കൊടുക്കുന്നുള്ളൂ, നാട്ടിലേക്ക് ഓരോ ഗ്ലാസ് നിറച്ചങ്ങ് കൊടുക്കുക. ഒരു തള്ളയുടെ കൊടുത്തപ്പോൾ മുഴുവൻ അങ്ങ് കുടിച്ചു, മുഴുവൻ കുടിച്ചോ എന്ന് ചോദിച്ചു. തള്ള പറഞ്ഞ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താ ഇത്ര ഒന്നും കുടിച്ചാൽ പോരാ, ഇച്ചിരൂടെ കിട്ടുകയാണ്. കാരണം തള്ള കണ്ട് ജഗനകത്ത് പിന്നെ ഇരിക്കുന്നത് വലിച്ചങ്ങ് കുടിക്കുകയല്ലയോ. ഇത് ഒരു സ്മാരക ശുശ്രൂഷയാ തിരുമേശ, അയോഗ്യമായിട്ട് എടുക്കരുത്. ജീവിത വിശുദ്ധി ഇല്ലാത്തവൻ, വേർപാടില്ലാത്തവൻ, സിനിമ കാണുന്നവര്, ആവശ്യമില്ലാത്ത കാണുന്നവര്, ലോകമോഹഭാഗത്തുള്ളവര്, വേർപാടില്ലാത്തവര്, തമ്മിൽ മിണ്ടാത്തവര്, കൈകൊടുക്കാത്തവര്, മാതാപിതാക്കളെ അന്വേഷിക്കാത്തവര്, സഹോദരങ്ങളോട് മിണ്ടാത്തവര്, കൂട്ടുവിശ്വാസിക്ക് കൈകൊടുക്കാത്തവര് തൊട്ടുപോകരുത്. സ്തോത്രം. മോനെ ഒരു അല്പം കൂടെ ഓളി, നിങ്ങൾ എന്തിനാ കൂടെ തിരിക്കുന്നേ? പ്രൈസ്തല്ലോ. ആ പരുവത്തിന് ഇരിക്കട്ടെ, കാരണം എന്റെ തൊണ്ട അടഞ്ഞിരിക്കുക മോനെ. നന്നായി. ഉറക്കെ പറയുമ്പോ ഞാൻ അങ്ങ് അകത്താ, പതുക്കെ പറയുമ്പോ ഞാൻ അടുപ്പിക്കാം. നമ്മൾ തമ്മിലൊരു ധാരണ നിൽക്കണേ. ആട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നന്നായി. അപ്പോൾ 12-ാം അധ്യായത്തിൽ ഒടുവിൽ തിരുമേശയുടെ ഉപദേശമാണ്. സൂക്ഷിച്ചും ഭയപ്പെട്ടും പ്രാർത്ഥിച്ചും വിവേചിച്ചും വേണം പങ്കുകൊള്ളാൻ. 12-ാം അധ്യായത്തിലെ വിഷയം കൃപാവരമാണ്. അത് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്, ഇതറിഞ്ഞിരിക്കണം. അന്യഭാഷ, പ്രവചനം, വീര്യപ്രവൃത്തി, രോഗശാന്തിയുടെ വരം, ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം നിന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. അന്യഭാഷ നിന്നിട്ടില്ല. നിന്നെന്നൊക്കെ ചെല്ല് പറയുന്ന അവർക്ക് നിന്നായിരിക്കും, എനിക്ക് നിന്നിട്ടില്ല. പ്രവചനം ഇന്നുമുണ്ട്. കള്ളപ്രവാചകന്മാരൊത്തിരിയുണ്ട് എന്നോർത്ത് നല്ല പ്രവചനം ഇല്ലാതില്ല. ഇന്ന് നന്നായി പ്രവചന ശുശ്രൂഷിക്കുന്ന അഭിഷിക്തന്മാരുണ്ട്. വെളിപ്പാട്, വെളിവുകേടാ കൂടുതലും, പക്ഷെ വെളിപ്പാട് നിന്നിട്ടില്ല. ഇപ്പോഴും വെളിപ്പാടുണ്ട്, പക്ഷെ പലരും പല നിലയിൽ ദുർവിനിയോഗം ചെയ്യുന്നു. കൃപാവരമൊന്നും നിന്നിട്ടില്ല. നിങ്ങളത് അറിവില്ലാതിരിക്കരുത്. സ്തോത്രം. 13-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ഇതൊക്കെയാണെങ്കിലും ശ്രേഷ്ഠമായ ഒരു വരം ഞാൻ കാണിച്ചു തരാം. അത് മറ്റൊന്നുമല്ല, ദൈവസ്നേഹം. അതാ ഏറ്റവും വലിയ വരം, ദൈവത്തിന്റെ സ്നേഹം. ദൈവസ്നേഹത്തിന്റെ ഒരു പ്രത്യേകത, എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കും, നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കണം. സ്തോത്രം. ഇത് ചീർക്കുന്നില്ല, നിഗളിക്കുന്നില്ല, അയോഗ്യമായിട്ട്. അയ്യോ, എന്തെല്ലാം കാര്യങ്ങളാ. സകലതും ക്ഷമിക്കുന്നു, സകലതും പൊറുക്കുന്നു. ആ സ്നേഹം നമ്മളിലൊന്ന് വ്യാപരിക്കട്ടെ. കൂട്ട സഹോദരനോട് ക്ഷമിക്കേ, അങ്ങ് പൊറുക്ക്, മനഃപൂർവ്വമായി ക്ഷമിക്കേ, കൈ കൊടുക്ക്, തമ്മിൽ സംസാരിക്കേ. അതാ ഏറ്റവും ശ്രേഷ്ഠമേറിയ വരം. കാരണം ദൈവസ്നേഹമാണല്ലോ. അത് 13-ല്. 14-ാം അധ്യായത്തിൽ അന്യഭാഷ, പ്രവചനം, അതൊക്കെ വിനിയോഗിക്കേണ്ട വിധം. ചിലക്ക് ഈ പ്രവചനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട വിധം അറിയത്തില്ല. അതിന് ആ പുസ്തകത്തിൽ ഒരു പ്രയോഗമുണ്ട്, ജ്ഞാനവും പരിജ്ഞാനവും. ഇത് രണ്ടും രണ്ടാ. ജ്ഞാനവും പരിജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവാ, ഈ വിഷയങ്ങളെ പറ്റിയല്ല ഉള്ള അറിവാ. എന്നല്ല, അതൊരു വരമാ ജ്ഞാനം. 2, പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ പഠിച്ച ജ്ഞാനം പ്രയോഗിക്കേണ്ട വിധം.
എനിക്ക് വലിയ അറിവില്ലെങ്കിലും സഹോദരിമാരും നേഴ്സുമാരും ഒക്കെ ഉണ്ടല്ലോ. നേഴ്സിംഗ് പഠിച്ചപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചപ്പം ജീവശാസ്ത്രപരമായിട്ടൊക്കെ പഠിച്ച് നല്ല മാർക്കോട് കിട്ടി ജയിച്ചപ്പം പഠിപ്പിച്ചതാ. നാട്ടിലെ രീതി വെച്ചാൽ ഇവിടുത്തെ രീതിയാന്ന് ഞാൻ പറയത്തില്ല. അന്ന് പഠിച്ചു, വിഷമുള്ള പാമ്പ് കാല് എങ്ങാനും കൊത്തിയാൽ ആ കൊത്ത് കിട്ടിയ ഭാഗത്ത് നിന്ന് ഒരു ചാണ് മേളിലോട്ട് കയറ്റി ഒരു ചരട് കൊണ്ട് കെട്ടണം. എന്നിട്ട് അത് ഞെക്കി ആ ചോര കളയണം. അത് ജ്ഞാനമാ, അറിവാ, പഠിച്ചറിവാ. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ട വിധമാ, പ്രയോഗിക്കണം. അവൻ നേഴ്സിങ്ങിന് വിട്ട് പഠിച്ചു. പാമ്പ് കൊത്തിയാൽ കൊത്തി കെട്ടിയ ഭാഗത്ത് നിന്ന് ഒരു ചാൺ മുകളിലോട്ട് കയറ്റി ഒരു ചരട് കൊണ്ട് മുറുക്കി കെട്ടണം. ജ്ഞാനം. നേഴ്സിംഗ് പഠിച്ചു, സർട്ടിഫിക്കറ്റ് കിട്ടി, നല്ല മാർക്കോടെ മോള് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് പിറ്റേയാഴ്ച വല്യപ്പച്ചൻ, ഉദാഹരണമാ നാട്ടിലെ രീതി വെച്ച, വല്യപ്പച്ചൻ മുളക് പറിക്കാൻ ഏണിയാരി വെച്ച് കൊടിയിലോട്ട് കയറി. അപ്പോൾ ഒരു മൂർഖം പാമ്പ് അപ്പച്ചന്റെ ഇവിടെ ഒരു കൊത്ത്. ഉടനെ മോക്ക് പഠിച്ച അറിവ് വെച്ച് കൊത്ത് കിട്ടിയ ഭാഗത്ത് നിന്ന് ഒരു ഞാൻ മേളിലോട്ട് കയറി മനസ്സിലായി കാണുമല്ലോ. പഠിച്ചതും ഞാനോ ആ പ്രയോഗിച്ചത്. പക്ഷെ അപ്പച്ചൻ എന്ന് പറഞ്ഞ പോലെ പ്രവചനം നിന്നിട്ടില്ല ഇന്നുമുണ്ട്, വീര്യപ്രവൃത്തി നിന്നിട്ടുമില്ല ഇന്നുമുണ്ട്. പക്ഷേ അത് പ്രാപിച്ച് പ്രയോഗിക്കേണ്ട വിധവും കൂടെ ഉണ്ട്. അതാ 14 പൗലോസ് പറഞ്ഞത്. പൗലോസ് ഒടുവിൽ ഒരു പ്രയോഗം പറഞ്ഞു, സകലതും ഉചിതമായിട്ടും, ചന്തമായിട്ടൊന്നും വേറെ ദിവസത്തിലില്ല, ക്രമമായും. സകലതും ഉചിതമായിട്ടും ക്രമമായിട്ടും. അവിടെ ഇംഗ്ലീഷിൽ ഡീസൻലി ആൻഡ് ഓർഡർ അങ്ങനെ കണ്ടില്ലേ? ഒരു ഇംഗ്ലീഷും കൂട്ടിരിക്കട്ടെ, വായിച്ച് അത് വെച്ചോണ്ടിരിക്കുന്ന വായിര്. ഡീസൻലി ഏതാണെന്നോ 14 അധ്യായത്തിലല്ലയോ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 14:30. വായിച്ച് ഇംഗ്ലീഷ് കൂട്ടിരിക്കട്ടെ. Wherefore, brethren, covet to prophecy and forbid not to speak with tongue. Let all things be done decently and in order. ഒരു ഇംഗ്ലീഷും കൂട്ടിരിക്കട്ടെ. പിന്നെ ഇതെല്ലാം ഡീസൻലി ആൻഡ് ഓർഡർലി, ഉചിതമായിട്ടും ക്രമമായിട്ടും. അതാണ് 14-ാം അധ്യായത്തിലെ വിഷയം. 15-ാം അധ്യായം നമ്മുടെ പ്രത്യാശയുടെ അധ്യായമാണ്. ഒറ്റ വാക്കി പറയാം, വിശുദ്ധന്മാരുടെ ഉയർപ്പും വിശുദ്ധന്മാരുടെ രൂപാന്തരവും. കർത്താവിൽ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ കാകള തുനിയെങ്കിൽ അവർ കർത്താവിൽ ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. കരമുയർത്ത ദൈവത്തെ ഒന്ന് സ്തുതിക്കേ. പാടാൻ വയ്യെങ്കിലും 2 ശീല പാട്ട്. മൺമറഞ്ഞ സിത്തരും ജീവനോടിരിക്കും ശുദ്ധരും, മൺമറഞ്ഞ സിദ്ധരും ജീവനോടിരിക്കും ശുദ്ധരും, വിണ്ണിൽ കാഹളം ധ്വനിക്കുമ്പോ മണ്ണിൽ നിന്ന് വാനിൽ പോകുമേ, വിണ്ണിൽ കാഹളം ധ്വനിക്കുമ്പോ മണ്ണിൽ നിന്നും വാനിൽ പോകുമേ. ഓ കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ,
ദീപമേ. അപ്പോൾ 15-ാം അധ്യായത്തിലെ വിഷയം കർത്താവിൽ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം. രണ്ടു കൂട്ടരും കൂടെ നക്ഷത്രമണ്ഡലങ്ങൾ കടന്ന് അങ്ങ് ചെല്ലും. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ സാരമില്ലെന്ന് എണ്ണിക്കോണം. സ്തോത്രം ചെയ്ത് ബലപ്പെട്ടോണം. പിന്നെ 16-ാം അധ്യായത്തിലെ വിഷയം ഞാനിങ്ങനെ പറയുന്നത് 2-3 കാര്യം. അതിലൊന്ന്, നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് ആരെങ്കിലും ഗുണം ചെയ്താൽ നന്ദി വേണം. അവരുടെ പേരെന്ന് ഒരു വാക്കി പറയുന്നതിന് തെറ്റൊന്നുമില്ല. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. നന്ദിയുള്ളവരായിരിക്കും. പൗലോസ് പലരുടെയും പേര് പരാമർശിക്കുകയും ഓർപ്പിക്കുകയും പൗലോസിന്റെ ലേഖനമൊക്കെ പഠിച്ചങ്ങനെ. അപ്പൊ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാ. അമേരിക്കയിൽ ഇപ്പം ഞാനും നിങ്ങളുമൊക്കെ വന്ന് ഒറ്റ വാക്കി പറഞ്ഞാൽ ദൈവം നമ്മളെ കൊണ്ടുവന്നു, ശരി. പക്ഷെ അതിനൊരു വ്യക്തി കാണും മുഖാന്തരം. അവരോട് നന്ദി ഉണ്ടായിരിക്കണം. നിങ്ങളിൽ ചിലര് ഇപ്പൊ അമേരിക്ക വരാൻ ഒന്നെങ്കിൽ ജ്യേഷ്ഠം വന്നതായിരിക്കും, അല്ലെ മൂത്ത പെങ്ങൾ വന്നതായിരിക്കും, ഇല്ലെ ജ്യേഷ്ഠത്തി വന്നതായിരിക്കും. അവര് ഫയൽ ചെയ്തവര് ബന്ധപ്പെട്ട അതിനോട് പറയാ ഓരോരുത്തർ വന്നത്, ഇല്ലേ വിവാഹം കഴിച്ചു വന്നവരുണ്ട്. വളരെ കുറച്ച് പേരായി പഠിച്ച് നേരിട്ട് സെലക്ട് ചെയ്ത് ഇനി വന്നത് കുറച്ച് പേരാ. മിക്കവരും ഞാൻ ആദ്യം പറഞ്ഞ ഗ്രൂപ്പിൽ വന്നവരാ. വന്നു, ഇപ്പം വർഷങ്ങളായി. ദൈവം നിങ്ങൾക്ക് വീട് തന്നു, വണ്ടി തന്നു, ജോലി തന്നു, പിള്ളേരൊക്കെ ആയി അവർ വക്കം എടുക്കും. പക്ഷെ ആ കൊണ്ടുവന്നവരോട് നന്ദി ഉണ്ടായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം, നമ്മളിവിടെ ഈ രാജ്യത്ത് വരാൻ കാര്യം അപ്പച്ചനും അമ്മച്ചിയായി. ഇപ്പൊ അവര് പ്രായമായി, അവരുടെ ആയ കാലത്ത് നമ്മളെ ഇവിടെ കൊണ്ടുവന്നതാ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ആഴ്ചയിൽ ഒരു ദിവസം അവരുടെയൊക്കെ പോവുകയും ഒന്ന് കാണുകയും, ഇനി പോകാൻ ഒത്തില്ലെങ്കിലും കൂടെ ഒന്ന് വിളിക്കുകയും ക്ഷേമം അറിയുകയും. അവരെ കൊണ്ട് മറ്റേ അവിടെ കൊണ്ടിടരുത്. അതാ ഒരു സ്ഥലമുണ്ടല്ലോ എല്ലാവരെയും കൊണ്ടിടുന്നേ, അവിടെ ഒന്നും കൊണ്ടിടരുത്. പിള്ളേർക്ക് പറഞ്ഞും കൊടുക്കണം. എന്നാ അത് പറഞ്ഞപ്പം വലിയ അനക്കമൊന്നും ആർക്കും. ഇപ്പൊ നീ വലിയ മിടുക്കം കളിച്ചിട്ട് അയ്യും കോട്ടും എല്ലാം കെട്ടി അത് ഒരു കളയൊന്നും വേണ്ട, കിടക്കട്ടെ. ആള് മിടുക്കനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചൊക്കെ ഇരിക്കുന്നത് നല്ല കാര്യം, നല്ലതാ. പക്ഷെ നിന്നെ കൊണ്ടുവന്നവരോടൊക്കെ നന്ദി ഉണ്ടായിരിക്കണം. അവർക്ക് ദോഷമൊന്നും ചെയ്യരുത്. നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തോട് നന്ദി വേണം. നമുക്ക് ഗുണം ചെയ്തവരോട് നന്ദി വേണം. സ്തോത്രം. അതെ, ഇങ്ങനെ 10-16 അധ്യായം ഓടിച്ചു പോകാം. നമ്മള് 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇത് ആരുടെ ചരിത്രമായി പറയുന്നത്? ഇസ്രായേൽ ചരിത്രമാണ്. ആ 10-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ അറിയാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു. മേഘത്തിലൂടെ സമുദ്രയുടെ സ്നാനമേറ്റ് മോശയോട് ചേർന്ന് എല്ലാവരും വരെ ആത്മീയാകാരം തിന്നു, എല്ലാവരും വരെ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പറയുന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവാകുന്നു. എന്നിട്ട് 5-ാം വാക്യം, മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. മോനെ വാക്യം കാണിക്കണ്ട, അതങ്ങ് നിർത്തിയാര്. കാരണം എല്ലാം ഇങ്ങനെ നോക്കി ഇരിക്കുക, വേറെ ദിവസം എടുക്കല്ല, ഇരിക്കുക വെടിക്കെട്ട് കാണാനിരിക്കും പോലെ. അപ്പോൾ ഈ 10-ാം അധ്യായത്തിന്റെ പാട്ട് വല്ലതും ഇടുമ്പം ഇട്ടോണേ, അതെല്ലാവർക്കും വലിയ തിട്ടം വരികയല്ല. നിങ്ങളും മേലെ ദിവസം എടുത്തോ ഓടിരുന്നു. അയ്യോ, നിങ്ങളെ അനുഗ്രഹിക്കാം. അപ്പോൾ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ നാടോട്ട് ഇസ്രായേൽ ചരിത്രമാ പറയുന്നത്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു. മേഘത്തോടെ സമുദ്ര സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും വരെ ആത്മീയ ആകാരം തിന്നു, ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പറയുന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവാകുന്നു. എന്നിട്ട് 5-ാം വാക്യം, മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ ഒറ്റ വാക്കിൽ വ്യാഖ്യാനിച്ച ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകമൊക്കെ പ്രാപിച്ച് മോശയോട് സഭയോട് ചേർന്ന് മുമ്പോട്ട് പോവാ. പക്ഷെ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. രക്ഷിക്കപ്പെട്ടു, ഏറ്റവും വലിയ കാര്യം, നല്ല കാര്യം, അതാ പ്രഥമ കാര്യം. പക്ഷെ അതുകൊണ്ട് തൃപ്തിപ്പെടരുത്. സ്നാനപ്പെട്ടു, അതിലും നല്ല കാര്യം, അത് ചെയ്തേ നോക്കൂ, അതുകൊണ്ട് തൃപ്തിപ്പെടരുത്. അഭിഷേകവും കിട്ടി, വളരെ നല്ല കാര്യം. പക്ഷെ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല.
എന്തുകൊണ്ടാണ് ഇവര് ദൈവം പ്രസാദിക്കാതിരുന്നത്? ഇപ്പൊ ഇനിയും വേറൊരു ചിന്ത, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ഇപ്പൊ പുതിയ ഉപദേശക്കാരിറങ്ങിയിട്ടുണ്ട്. ഇത് ഇസ്രായേൽ ചരിത്രമാണ്. പഴയ നിയമം പ്രസംഗിക്കരുത്, പഴയ നിയമം തൊട്ടേക്കരുത്, മിണ്ടിപ്പോകരുത്, മോശയെ പറ്റി ഒരു അക്ഷരം, ദാവീദിനെ പറ്റി മിണ്ടിയാൽ ഏലിയാവിനെ തൊട്ടേക്കരുത്. പുതിയ ഉപദേശക്കാരുണ്ട്. പുതിയ നിയമം മാത്രമേ, അത് ദുരുപദേശമാണ്. വേദപുസ്തകത്തിന്റെ ഏത് ഭാഗവും പ്രസംഗിക്കാം, കാരണം എല്ലാ തിരുവെടുത്തും ദൈവവിശ്വാസം. പിന്നെ എതിലേ പോയാലും എങ്ങനെ വന്നാലും പ്രതിപാദ്യ പുരുഷൻ ക്രിസ്തുവാണ്, പ്രതിപാദ്യ വിഷയം ആമേൻ ക്രൂശുമാണ്. അപ്പൊ ഏത് ഭാഗവും പ്രസംഗിക്കാം. കാരണം ഇസ്രായേൽ ചരിത്രമാകട്ടെ, മോശയുടെ, ദാവീദിന്റെ, ഏലിയാവിന്റെ, പഴയ നിയമ സംഭവങ്ങളോ സമാഗമന കൂടാരമോ എന്തുവാകട്ടെ, അതെല്ലാം പ്രസംഗിക്കാം. അപ്പൊ ഈ പഴയ നിയമം പ്രസംഗിക്കാമെന്നുള്ളത് ധാരാളം തെളിവിനിപ്പം വാക്യം തരാം. എല്ലാം ഇപ്പൊ എടുക്കാൻ നേരമില്ല. ഈ അധ്യായത്തിൽ നിന്ന് തെളിവങ്ങ് തരാം. നമ്മൾ വേറെ അധ്യായത്തിലോട്ട് ഇപ്പൊ പോകണ്ട, ഇതിൽ തന്നെ ഉണ്ടല്ലോ. പൗലോസ് ആ അധ്യായത്തിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട് ഇത് സംസാരിക്കണം, പ്രസംഗിക്കണം, പഠിക്കണമെന്ന്. എന്തിനാ ഇതൊക്കെ നമ്മൾ ഈ പഴയ നിയമ ചരിത്രങ്ങൾ പഠിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്, വായിക്കുന്നത്, ധ്യാനിക്കുന്നത്, പ്രസംഗിക്കുന്നത്? അതിന്റെ 6-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം വായിച്ചേ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. കണ്ടോ? അപ്പൊ ഈ മുകളിൽ പറഞ്ഞ കാര്യമെല്ലാം നമുക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുക. എന്തിനാണ് നമുക്കിത് ദൃഷ്ടാന്തമാക്കി തന്നിരിക്കുന്നത്? അതിന്റെ 11-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം വായിച്ചേ. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഇത് ബുദ്ധി ഉപദേശത്തിനാ. കണ്ടോ? ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഇത് ബുദ്ധി ഉപദേശിക്കുക. അപ്പൊ എന്തിനാ ഈ സംഭവങ്ങൾ പഠിക്കുന്നത്, ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്? ഒന്ന്, നമുക്കത് ദൃഷ്ടാന്തമാക്കി തന്നിരിക്കുകയാണ്. 2, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ബുദ്ധി ഉപദേശത്തിന്. എന്നിട്ട് പൗലോസ് ഒരു പദവും കൂടെ പറഞ്ഞു, ഈ വിഷയങ്ങൾ നിങ്ങൾ അറിയാതിരിക്കരുത്. 5-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം വായിര്. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. കണ്ടോ? ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകമൊക്കെ പ്രാപിച്ച ഈ മിടുക്കന്മാരെ മരുഭൂമിയിൽ തള്ളിയിട്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. അപ്പൊ അതുകൂടെ ഉന്നം വെച്ചാ ഞാൻ ഇന്നത് പറയുന്നത്. നിങ്ങൾ ഈ കാര്യം അറിയണം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞങ്ങൾക്ക് അതും അറിയാം, അതിനപ്പുറത്തെ വിഷയം അറിയാം പാസ്റ്ററെ. ഇതാണോ പാസ്റ്റർ വലിയ കാര്യമായിട്ട്? നിങ്ങൾക്ക് എല്ലാം അറിയാന്നുള്ളത് എനിക്കും മനസ്സിലായി. എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കരുതേ. അപ്പൊ ശ്രദ്ധിച്ചേ, എങ്കിലും അവര് മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, എന്തുകൊണ്ടാണ് ഇവര് പ്രസാദിക്കാതിരുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മിൽ ദൈവം പ്രസാദിക്കണം. പ്രസാദിക്കുന്ന ഗ്രൂപ്പിലായിരിക്കണം ഞാനും നിങ്ങളും. പക്ഷെ അവര് പ്രസാദിച്ചില്ല. അത് നമ്മൾ അറിയാതിരിക്കരുത്. അതുകൊണ്ടാണ്. അപ്പൊ അത് അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം വല്ലതും വരുത്തി കർത്താവിന്റെ വരവിനൊരുങ്ങിക്കോണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ അനുഭവം പ്രാപിച്ച ഇവരിൽ എന്തുകൊണ്ട് ദൈവം പ്രസാദിച്ചില്ല? അപ്പൊ ഞാൻ ആ വിഷയം ഇങ്ങനെ വേദപുസ്തകം വായിച്ചു, ധ്യാനിച്ചു. വേദപുസ്തകം നന്നായിട്ട് ആ ഭാഗമെല്ലാം ഒന്ന് ധ്യാനിച്ചു. എന്തുകൊണ്ടാണ് ഇവര് ദൈവം പ്രസാദിക്കാതിരുന്നത്? അപ്പൊ ഞാൻ ശാന്തമായിട്ട് ആ ഭാഗം ഇങ്ങനെ വായിച്ച് ധ്യാനിച്ചപ്പോൾ ഇവര് പ്രസാദിക്കാതിരിക്കാൻ 34 കൂട്ടം കാര്യമാണ്. 34 കൂട്ടം കാര്യം. ഇപ്പൊ നിങ്ങൾ ചിലർക്കൊരു ചിന്ത, ഇങ്ങനെ ഈ നേരം പോയ നേരത്ത് 34 കൂട്ടം കാര്യം പറയാനാണോ? നിങ്ങളുടെ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് 3 കൂട്ടം കാര്യം പോലും പറയാൻ വലിയ താല്പര്യം തോന്നുന്നില്ല. എങ്കിലും ദൈവദാസൻ പറഞ്ഞ സമയത്ത് നിർത്തും. എങ്കിലും മിക്ക പേരിലും ദൈവം അപ്പൊ ദൈവം ഇവര് പ്രസാദിക്കാതിരിക്കാൻ 34 കൂട്ടം കാര്യം നമുക്ക് ചിന്തിക്കാവുന്നിടത്തോളം ചിന്തിക്കാം. ഒന്ന്, എന്തുകൊണ്ടാണ് ഇവര് പ്രസാദിക്കാതിരുന്നത്? വായിച്ചേ, 106-ാം സങ്കീർത്തനം 28-ാമത്തെ വാക്യത്തിന്റെ ആരംഭ ഭാഗം വായിക്കാം. ശബ്ദമുയർത്തി
ഒന്ന് വായിക്കണം. അവിടെ സഹോദരിമാരും ചടികനാന്ന് വായിക്കുന്നുണ്ട്, അഭിനന്ദിക്കുന്നു. അതാരാ വായിക്കുന്നേ? ആട്ടെ, അയ്യോ എൻ്റെ വായിച്ചു ഒന്നുകൂടെ. അല്ലെന്ന് വ്രതമൊക്കെ പിന്നെ പറയാം, ആദ്യം ഒന്നുകൂടെ വായിക്കാൻ മതി. അപ്പൊ ദൈവം പ്രസാദിക്കാതിരിക്കാൻ 34 കൂട്ടം കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം, അനന്തരം അവർ ബാൽ പെയോറിനോട് ചേർന്നു. ബാൽ പെയോർ ഇങ്ങോട്ട് നോക്ക്. ബാൽ പെയോറിനോട് ചേർന്നു. ആരാണ് ഈ ബാൽ പെയോര്? ആദ്യം വായിച്ച ആളിനോട് ഇല്ല, 2 സെക്രട്ടറിയോട്. ജാതികളുടെ ദൈവം വിഗ്രഹം. പേര് കേട്ടോണ്ട് പറഞ്ഞാന്നോ? ആരാ? നമുക്ക് തോന്നും ഈ ഞാൻ പറയാറുണ്ട്, മേരി വേറെ മൂരി വേറെ. കേൾക്കുമ്പോ ഒരുപോലെ മേരി മൂരി രണ്ടും രണ്ടാ. പോത്ത് വേറെ പോത്തൻ വേറെ. പോത്താന്നോ പോത്തൻ, പക്ഷെ കേൾക്കുമ്പോ ഒരുപോലെ. ചാക്കോ വേറെ ചാക്ക് വേറെ. മലയാള ഭാഷയിലുണ്ട് അർത്ഥവ്യത്യാസം കുറിക്കുക. ആളി ആളി, പരിണാമം പരിമാണം എന്ന് പറഞ്ഞ പോലെ ബാൽപയോര് വേറെ ബാല് വേറെ. അപ്പൊ ഇവര് ദൈവം പ്രസാദിക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം, ഇവർ ബാൽ പെയോറിനോട് ചേർന്നു. ബാൽ പെയോർ എന്ന് പറഞ്ഞാൽ ബിലയാം, അതാണ് ബാൽ പെയോർ. ബിലയാം നിങ്ങളെല്ലാം അധ്യായം മൊത്തം വായിക്കാന്നോ? എന്നെ നോക്ക്. അപ്പോൾ ബാൽ പെയോർ എന്ന് പറഞ്ഞ ബിലയാം എന്ന് പറഞ്ഞാൽ മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബയോരിന്റെ മകനാകുന്ന ബിലയാം, അതാണ് ബാൽ പെയോർ. വായിച്ചേ, ആവർത്തനം 23:3 മുതൽ വായിച്ചേ. അമ്മോന്യൻ, ഒരു അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10ാം തലമുറ പോലും ഒരു നാൾ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അടുത്ത വാക്യം. മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബയോരിന്റെ മകനായ ബിലയാം. അമ്മാമ ചടികടാന്ന് വാക്യം വായിക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തേക്ക് ഒരു ഉപകാരം ചെയ്യാമോ? അവിടുന്ന് എഴുന്നേറ്റ് ഇവിടെ വന്നൊന്നിരിക്കാവോ? എത്ര ദൂരം ഇരിക്കും ഇന്നത്തേക്ക്? ബാന്ന് പെട്ടെന്ന് വാ, സമയം പോകുന്നു. ഇന്നത്തേക്ക് ഒന്നുകൂടെ വായിച്ചു. അല്ലെന്ന് 3 മുതൽ വായിര്. മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ വഴിയിൽ വെച്ചാൽ അപ്പവും വെള്ളവും കൊണ്ട് നിന്നെ വന്ന് എതിരേൽക്കായി കൊണ്ട് നിന്നെ ശപിക്കേണ്ടതിന് അവർ മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബയോരിന്റെ മകനായ ബിലയാമിനെ നിനക്ക് വിരോധമായി. മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബയോരിന്റെ മകനായ ബിലയാം, അതാണ് ബാൽ പെയോർ. ബയോരിന്റെ മകൻ ബിലയാം, ബാൽ പെയോർ. ശ്രദ്ധിച്ചേ, ദൈവം പ്രസാദിക്കാതിരിക്കാനുള്ള കാരണത്തിൽ ഒന്നാമത്തെ കാര്യം ബാൽ പെയോറിനോട് ചേർന്നു എന്ന് പറഞ്ഞ ബിലയാമിനോട് ചേർന്നു എന്ന് പറഞ്ഞ ബിലയാമിന്റെ ഉപദേശത്തോട് ചേർന്നു. ഇത് സംബന്ധിച്ച് പുതിയ നിയമത്തിൽ നിങ്ങൾക്കറിയാം 3 പദമാണ് കൊടുത്തേക്കുന്നത്. 1 ബിലയാമിന്റെ വഴി, 2 ബിലയാമിന്റെ വഞ്ചന, 3 ബിലയാമിന്റെ ഉപദേശം. 3 പദമാണ് പുതിയ നിയമത്തിൽ കൊടുത്തേക്കുന്നത്. ഒന്ന് വായിച്ചേര്. പത്രോസിന്റെ 2ാം ലേഖനം 2ാം അധ്യായത്തിന്റെ 15ാമത്തെ വാക്യവും യൂദയുടെ ലേഖനം 11ാം വാക്യവും വെളിപ്പാട് പുസ്തകം 2ാം അധ്യായത്തിന്റെ 14ാമത്തെ വാക്യവും ക്രമത്തിൽ ഉറക്കെ. അവർ നേർവഴി വിട്ട് തെറ്റി ബയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. ബിലയാമിന്റെ വഴി. അപ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ കൊടുത്ത പദം ബിലയാമിന്റെ വഴി. യൂദാ 11. ബിലയാമിന്റെ വഞ്ചന. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന ബിലയാമിന്റെ വഞ്ചന. വെളിപ്പാട് 2:14. ഇസ്രായേൽ മക്കൾക്ക് വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവിടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ
ബാലാക്കിന്റെ ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നു. ബിലയാമിന്റെ ഉപദേശം ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ വിഷയം സംബന്ധിച്ച് പുതിയ നിയമത്തിൽ 3 പദം. 1 ബിലയാമിന്റെ വഴി, 2 ബിലയാമിന്റെ വഞ്ചന, 3 ബിലയാമിന്റെ ഉപദേശം. വഞ്ചന, വഴി, ഉപദേശം. ദൈവം പ്രസാദിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം ഇവർ ബാൽപയോറിനോട് ചേർന്ന് എന്ന് പറഞ്ഞാൽ ബിലയാമിനോട് ചേർന്ന് എന്ന് പറഞ്ഞാൽ ബിലയാമിന്റെ ഉപദേശത്തോട് ചേർന്ന്. ഓടിച്ചു പറയാം, ഈ വിഷയത്തെ വിസ്തരിച്ചിരിക്കുന്ന ഭാഗമാണ് സംഖ്യാപുസ്തകം 22, 23, 24 അധ്യായത്തിൽ. അതിന്റെ റിസൾട്ടാണ് 25-ാം അധ്യായം. ആ ഭാഗം പഠിക്കുമ്പോൾ ഇസ്രായേൽ യാത്ര ചെയ്ത് മോവാബ് സമഭൂമിയിൽ വന്ന് പ്രാളയമടിച്ച് കിടക്കുക. ആ 22-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങൾ. മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേലിൽ അമര്യരോട് ശ്രദ്ധിക്കുക, ഇസ്രായേലും ഇസ്രയും പുറപ്പെട്ട് യാത്ര ചെയ്ത് മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമടിച്ചു. ശ്രദ്ധിക്കണേ, ഇസ്രായേലിന്റെ പാളയം പഠിക്കുമ്പോൾ 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് 12 ഇടങ്ങളിൽ വെച്ച് പിറുപിറുത്ത് 10 സ്ഥലത്ത് വെച്ച് ശിക്ഷ നടത്തി എണ്ണി തിട്ടമെടുത്തത് 2 പേരൊഴികെ ശിഷ്ടമുള്ളവർ പട്ടു, ശേഷമുള്ളവർ കനാനിലേക്ക് പ്രവേശിച്ചു. ഇതിനിടയ്ക്ക് അഹരോൻ ഹോർ പർവ്വതത്തിൽ വീണ് മരിച്ചു. മിറിയാം കാദേശ് വെച്ച് മരിച്ചു. മോശയെ ദൈവം അടക്കി പിസ്കയെ കയറ്റി. മോശയ്ക്ക് ശേഷം മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ച യോശുവ രംഗത്ത് വന്നു. യോശുവയുടെ നേതൃത്വത്തിൽ 9 ഗോത്രക്കാർ യോർദാൻ കടന്ന് കനാനിലോട്ട് പോകുക. എരിയോ കോട്ട പിടിച്ച് കായി പട്ടണം നേടി ഗിബയോൻ പട്ടണം ഒതുക്കി കാലുകുത്തുക കനാനിലോട്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച ഇവർ ഇങ്ങനെ പ്രയാണം ചെയ്തു വരുന്നത്. അതില് മിസ്രൈമിലെ റമസേസ് എന്നായി ഇവര് തുടങ്ങിയത്. റമസേസ്, സുക്കോത്ത്, ഏതാര്, പീതാര്, ചെങ്കടല്, അക്കരെ, ഷൂറ്, മാറ, എലിയമ്, അർണോന്, പാറാന്, രബീദീം, അതിന്റെ കയറ്റം, ഇങ്ങനെ 42 പാളയമാണ്. ഇങ്ങനെ പാളയം കണക്ക് കൂട്ടി വരുമ്പോൾ ഈ മോവാബ് സമഭൂമി എന്ന് പറയുമ്പോൾ 41-ാമത്തെ പാളയമാണ്. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ യോർദാന്റെ തീരമാണ്. യോർദാൻ കടന്നാൽ പിന്നെ പറ യോർദാൻ കടന്നാൽ ഭാഗ്യകാനാനിൽ മോദമോടെന്നും വാസിക്കും യുഗായുഗം. യോർദാൻ കടന്നാൽ ഭാഗ്യകാനാനിൽ മോദമോടെന്നും വാസിക്കും യുഗായുഗം. വീഴാതെ നിൽക്കുവാൻ എന്നാൽ ഈ മരുവാസം തുടർന്നിടുവാൻ. വൈരികൻ പിൻപിൽ ചെങ്കാടൽ മുൻപിൽ, വൈരികൻ പിൻപിൽ ചെങ്കാടൽ മുൻപിൽ, ദുരിതമൻ ചുറ്റിലും കാണുന്ന നേര, ദുരിതമൻ ചുറ്റിലും കാണുന്ന നേരം, വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യണേ എന്നാത്മനായകനെ. ഈ മരുവാസം തുടർന്നിടുവാൻ. ആട്ടെ സഹോദരന്മാര്, പെട്ടെന്ന് പാട്ടിടുന്നുണ്ടല്ലോ. നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്നായിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, യോർദാൻ കടന്നാൽ കനാനിലോട്ട് കയറുക. അപ്പൊ ഈ മോവാബ് സമഭൂമി 41-ാമത്തെ പാളയമാണ്. ഓടിച്ചു പറയാം, ഈ ശ്രദ്ധിക്കരുത്, എനിക്ക് ഈ ദൈവോചനം അടുക്കടുക്കായിട്ട് പറയണമെങ്കിൽ ഏറെ സമയം ലഭിക്കണം. അത് സമയം കിട്ടാനുള്ള ആർത്തി കൊണ്ടല്ല പറഞ്ഞൊന്ന് അവതരിപ്പിക്കാൻ. പിന്നെ അമേരിക്കയിൽ ഇതൊക്കത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ഞാൻ വന്നത്. എന്നിരുന്നാലും മിക്ക സഭകളിലും ചെന്നിടത്തൊക്കെ എനിക്ക് ധാരാളം സമയം തരുന്നുണ്ട്. ഈ സഭായുഗത്തിന് ഇവിടെ ഈ 1 മണിക്കൂർ തന്നത് വളരെ നന്നായിരിക്കുന്നു. അപ്പം ഒക്കുന്നിടത്തോളം നമുക്ക് ചിന്തിക്കാം. പിന്നെയും ഗുണപ്പെടാനാന്നേ 5 മിനിറ്റ് മതി, ഗുണമാകാനാന്നേ പിന്നെ 5 മണിക്കൂർ എന്ന് വെച്ച് ഗുണം വരാതാ പോകുന്നെങ്കിലോ. 5 മിനിറ്റ് ആണെങ്കിലും അത് മതി.
പണ്ട് PG മാത്യൂസ് വാഗ്ദാനത്തിക്കുമ്പോൾ ഒരു ഉപദേശി അവിടെ വന്ന്, ഞങ്ങളെ പോലെ സഞ്ചാര സുവിശേഷകനാ. പുള്ളി വന്നപ്പം PG മാത്യു പറഞ്ഞു ഒരു 5 മിനിറ്റ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ കയ്യിൽ 5 മിനിറ്റിൻ്റെ വെടിയൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു പിന്നെ എത്രേൻ്റെ ഇരിക്കുന്നത്? പുള്ളി പറഞ്ഞു എൻ്റെ കയ്യിൽ 45-50 മിനിറ്റിൻ്റെ സാധനമായിരിക്കുന്നത്. അപ്പോൾ PG മാത്യു പറഞ്ഞു അതിവിടെ പൊട്ടുകയില്ല, 5-ൻ്റെത് ഇവിടെ പൊട്ടുപോണം. അപ്പം 5 മിനിറ്റ് കൊണ്ട് അവർ നല്ല കാര്യം പറഞ്ഞേച്ച് പൊട്ടിച്ചേച്ചിരിക്കുക. പിന്നെ ഞാൻ അധികം എടുക്കുന്നില്ല. ഗുണമാകാനെ അല്പം നിമിഷം പോരെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 41-ാമത്തെ പാളയമാണ്. ഇവര് പാളയമടിച്ചു വന്നു. അപ്പൊ ഇസ്രായേൽ വന്ന മോവാബിൽ പാളയമടിച്ചപ്പോൾ ആ നാട്ടിലെ നാട്ടുരാജാവാകുന്ന ബാലാക്ക് പേടിച്ചു, വിറച്ചു പോയി. പേടിക്കാൻ 3 കാരണം. 2 കാരണം ആ അധ്യായത്തിലുണ്ട്, 1 കാരണം വേറൊരു ഭാഗത്താണ്. 2 കാരണം അവിടെ ഉണ്ട്. 1, അമോര്യരോട് ചെയ്തതല്ല ഇവൻ അറിഞ്ഞു, ബാലാക്ക് അറിഞ്ഞു. 2, ജനം വളരെയാ. വായിച്ചേ 22:1 മുതൽ. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്തെ യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമറങ്ങി. ഇസ്രായേൽ അമോര്യരോട് ചെയ്തൊക്കെ ഇസ്രായേൽ മക്കൾ അമോര്യരോട് ചെയ്തതൊക്കെ സിപ്പോരിന്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. അപ്പൊ അമോര്യരോട് ചെയ്തതൊക്കെ അറിഞ്ഞു. 1. 2, ജനം വളരെയായിരുന്നു. 2, ജനം വളരെയാ. ഈ 2 കാരണമാ ഇവൻ പറക്കാൻ. ഇനി പ്രഥമ കാരണം പറയും, ഇവൻ പേടിക്കാനുള്ളതിന്റെ ഏറ്റവും മൂല കാരണം ബിലയാം പ്രവചിച്ച കൂട്ടത്തിൽ ഇസ്രായേൽ മക്കളെ പറ്റി ഒരു പറഞ്ഞു, കാട്ടുപോത്തിന് തുല്യ ബലം ഉണ്ടെന്ന്. വായിച്ചേ 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗമായിരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. അമ്മാമേ നമുക്ക് പുള്ളി കൂടി ചില സമയം കൊടുക്കാം. സെക്രട്ടറി അല്ലയോ? 2-ാം ഭാഗമായിരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. കാട്ടുപോത്തിന് തുല്യമായ ബലം കണ്ടോ? അപ്പൊ ഇസ്രായേൽ മക്കളെ പേടിക്കാനുള്ള 3 കാരണം. 1, അമോര്യരോട് ചെയ്തതല്ല ഇവൻ അറിഞ്ഞു. 2, ജനം വളരെയാ. 3, അതാ പ്രഥമ വിഷയം. ഇസ്രായേൽ മക്കളെ നോക്കി വെച്ച് ബിലയാം പറഞ്ഞു കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടെന്ന്. ആത്മബലമുള്ള ദൈവമായി തന്നെ ഭയമാ. പരിശുദ്ധാത്മ നിറമുള്ള ദൈവം തന്നെ ഭയമാ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ ഭയത്തിന്റെ ഭയമാ. ആത്മശക്തിയിൽ നിറയുന്ന ദൈവം ഇതിന്റെ ഭയമാ. ഈ കയ്യും കെട്ടി വായും പൂട്ടി മൗനമാതിരിക്കാനല്ല, നിന്നെ വിടിവെച്ച ദൈവത്തെ ശക്തിയോടെ സ്തുതിച്ചു. മൗനമായിരിക്കാനല്ല, ആത്മശക്തിയോടെ ആത്മബലത്തോടെ നമ്മുടെ കോട്ടകളെ കിടക്കുന്ന ദൈവശക്തി, സങ്കല്പങ്ങള് വിചാരങ്ങള് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകി വരുന്ന ഉയർച്ചകളെ ഓടിച്ചു പോകുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നു. മറ്റു ഭാഗം പോട്ടെ, ജനം വളരെ ഇവര് ചെയ്തതെല്ലാം അറിഞ്ഞു. നമ്മൾ എന്ത് ചെയ്താലും നാട്ടുകാരറിയും, ഗുണം ചെയ്താലും അറിയും. ഗുണം ചെയ്യുന്നത് പതുക്കെ അറിയുള്ളൂ. മറ്റേ കേസ് ആദ്യം അല്ലേ, അത് അറിയിക്കാൻ ആൾക്കാർക്ക് താല്പര്യവും അത് കേൾക്കാൻ ആൾക്കാർക്ക്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ? അതോ ചുമ്മാ ഇരുന്ന് ചിരിക്കുകയാണോ? ആ, സ്തോത്രം. ജനം വളരെ ഇവർ ചെയ്തതൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് നല്ലതേ ചെയ്യാവൂ, നല്ലതേ പറയാവൂ, നല്ലതേ കേൾപ്പിക്കാവൂ, നല്ല കാര്യത്തിനെ ചെവി ചായ്ക്കാവൂ, നല്ലത് കാണാനേ കണ്ണുമായിട്ട് നിയമം ചെയ്തോണം. മായയെ നോക്കാതെ വണ്ണം മാമ കൺകൾ നീ തിരിച്ചു. മായയെ നോക്കാതെ വണ്ണം മാമ കൺകൾ നീ തിരിച്ചു. മകൾ ഗുരു നിൻ വഴിയിൽ എന്നെ നടത്തണമേ.
മകൾ ഗുരു നിൻ വഴിയിൽ എന്നെ നടത്തണമേ. പാടാൻ നേരമില്ല. കണ്ണുമായിട്ട് നിയമം, കാത് തുളച്ചോണം. ആ ഭാഗം അങ്ങനെ വിടുക. ഭയമാ ഭയം. പണ്ടൊക്കെ പെന്തിക്കോസുകാരെ പേടിയാ. പരിഹാസവും ആക്ഷേപവും ഒക്കെ ഉണ്ടെങ്കിലും മറുവശം പേടിയാ. ഒരു ഭക്തനായ വിശുദ്ധനായ ഒരു ദൈവദാസനോ ദൈവപൈതലോ മാനാവൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് പേടിയാ. ഭയങ്കര പേടിയാ. യോ പാസ്റ്റർ വരുന്നെന്ന് പറയും. പാസ്റ്റർ ഇന്നോ പാസ്റ്റർ ആണോ? അല്ല, മറുവശം നമ്മുടെ വില നമ്മൾ തന്നെ. പിന്നെ അതാരാ ഒരു ദീർഘശ്വാസം വിട്ടതാന്നോ ചുമച്ചതാന്നോ? അവിടെ ഒരു ശബ്ദം കേട്ടതുപോലെ തോന്നി. പണ്ടൊക്കെ ഭയമാണ്. എനിക്ക് വലിയ പരിചയമില്ല, നിങ്ങൾ പരിചയം കാണും. കുമ്പനാട്ടൊക്കെ സാറപ്പച്ചൻ എന്നാലും തന്നെ അല്ലേ കേട്ടിട്ടുണ്ട്. പണ്ട് കുമ്പനാട് കോടതി കൂടി മജിസ്ട്രേറ്റും തത്തുല്യ ആയിരം വന്നിരുന്നു. നിങ്ങൾ ചിലപ്പോൾ അനുഭവസ്ഥരാ. പഴയ അന്ന് കൂടിയതിൽ ഒരാൾ എന്നോട് പറഞ്ഞതാ, കുഞ്ഞിപ്പാപ്പൻ പറഞ്ഞതാ. കുഞ്ഞിപ്പാപ്പൻ മധുരം പൊയ്യ കുഞ്ഞിപ്പാപ്പൻ, അത് കുമ്പനാട് കൊച്ചുപ്പാപ്പൻ, അതല്ല ഇത് മധുരം പൊയ്യ കൊച്ചുപ്പാപ്പൻ. രണ്ടും രണ്ടാം. മറ്റേത് കുമ്പനാട്ടെ, അതും മധുരം പൊയ്കയാ, നമ്മുടെ തിരുവനന്തപുരംകാരൻ്റെ പിതാവ്. ഇത് തുരുത്തിക്കാടുണ്ടായിരുന്നു മധുരം പൊയ്കെ കൊച്ചുപ്പാപ്പൻ. അടുത്ത സമയത്താണ് മരിച്ചത്, 101. അപ്പം സാറപ്പച്ചൻ്റെ സന്തത സഹചാരിയിലൂടെ ഒരാളായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു തന്നതാ, അന്ന് കുമ്പനാട് കോടതി കൂടി. അന്നത്തെ പ്രഗത്ഭന്മാരെല്ലാം ഇരിപ്പുണ്ട്. PM ഫിലിപ്പ് സാറ്, ടി ഉമ്മച്ചൻ അവർകളെ, പൊടിക്കുഞ്ഞുപദേശി, പിന്നെ ഇങ്ങേ ഭാഗത്തുള്ളവരെല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും ഇരുന്ന് അപ്പച്ചനെയും കൂടെ വിസ്തരിക്കാനായി കൂടിയത്. സഭയായപ്പോൾ സാറദ്ദേഹം അവിടുന്ന് മുറിക്കകത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പം മജിസ്ട്രേറ്റ് വരെ അന്നേരം എഴുന്നേറ്റു. വിധിക്കാമെന്ന പുള്ളിയാ, അളിഞ്ഞാടി എഴുന്നേറ്റു. അതിനൊക്കെ ഒരു പ്രത്യേക അഭിഷേകവും ഒരു ദൈവകൃപയും ഭയമായിരുന്നു. ഇപ്പം പാസ്റ്റർമാരും പേടിച്ചാ ജീവിക്കുന്നത്. അയ്യോ അത് പ്രസംഗിക്കരുത്, ആണോ മറ്റേത് പറയരുത്. പിന്നെ വരുമ്പോൾ മുഴുവൻ നിന്നെ ആൻ്റെ തയ്യക്കാരൻ നിൽക്കും പോലെ നിൽക്കാൻ നിന്നെ വെടിവെക്കും, നിന്നെ ആൻ്റിലേക്ക് ഇന്ന് പകലൊരു വിടുതൽ, നാളെ ഒരു ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. ദൈവമക്കളെ ഭയമാണ്. 3 കാരണമായി പേടിക്കാൻ. 1, അമോര്യരോട് ചെയ്തതല്ല പറഞ്ഞു. 2, ജനം വളരെ. 3, കാട്ടുപോത്തിന് തുല്യമായ പെന്തിക്കോസ് വളർന്നിട്ടുണ്ടെങ്കിൽ, വളർന്നത് പൊളിറ്റിക്കൽ ബലം കൊണ്ടോ പൈസയുടെ മുഴുക്ക് കൊണ്ടോ കായബലം കൊണ്ടോ കുടുംബശ്രേഷ്ഠത കൊണ്ടല്ല, പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയാണ്, ആത്മവ്യാപാര ശക്തിയാണ്. അഭിഷേകം പ്രാപിച്ച, ആത്മശക്തി പ്രാപിച്ച, കൃപാവര പ്രാപ്തന്മാരാകുന്ന, ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന അഭിഷക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. അതെ, അപ്പൊ ഈ കാട്ടുപോത്തുന്ന തുല്യ ബലമെന്ന 23-ന്റെ 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത്, അപ്പൊ തന്നെ 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ക്ഷീണിച്ചെന്നൊരു പദമുണ്ട്. 21-4 ഇവിടെ വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അങ്ങനല്ലല്ലോ അത് വായിക്കുന്നത്, നന്നായിട്ട് വായിക്കും. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് എഴുതാപ്പുറം വായിക്കരുത്, ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. മൈക്ക് ഞാൻ തന്നു, മുന്നിൽ കയറ്റിയിരുത്തി. അതുപോലെ തന്നെ മൈക്ക് തിരിച്ചു മേടിക്കാനും പുറകിലിരുത്താനും എനിക്ക് അറിയാമെന്നുള്ള കാര്യവും അമ്മ മറന്നു പോകരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ വായിച്ചു 21-4 മുതൽ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അപ്പൊ അവിടെ ഒരു പദം ക്ഷീണിച്ചെന്ന കണ്ടോ. അപ്പൊ 21-4 ക്ഷീണിച്ചു.
പക്ഷെ 23-ന്റെ 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് കാട്ടുപോത്തിന് തുല്യ. ബലം അവർക്ക്. അപ്പൊ ഇങ്ങനെ പഠിച്ചോ, 21-ൽ ക്ഷീണിച്ചവർ 23 ബലപ്പെട്ടു. Hallelujah. Praise the Lord. കഴിഞ്ഞ ആഴ്ച ക്ഷീണിച്ച ആരേലും ഉണ്ടെങ്കിൽ ഇന്ന് നീ ബലപ്പെട്ടോണം. കഴിഞ്ഞ മാസം ഏതെങ്കിലും വിഷയത്തെ ക്ഷീണിച്ചെങ്കിൽ ഈ മാസം നീ ബലപ്പെട്ടോണം. Amen. Amen. കഴിഞ്ഞ ദിവസം നീ ക്ഷീണിച്ചെങ്കിൽ ഇന്ന് പകൽ നീ ബലപ്പെട്ടോണം. Hallelujah. യേശുവിന്റെ രക്തത്താൽ ഉടറബദല ശബ്ദല. യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ രക്തത്താൽ ഓടിച്ചു പറയാം. ഇനി ഓടിച്ചു പറയാം. 21-ൽ ക്ഷീണിച്ചു, പക്ഷെ 23-ൽ ബലപ്പെട്ടു. 21-ൽ ക്ഷീണിക്കാൻ 2 കാരണമുണ്ട്. അതിലൊരു കാരണം പറയാം, വഴി നിമിത്തം. ഇതാണോ 21? അത് 24 ഇവിടെ അല്ലേ 21? ആ. അപ്പം ക്ഷീണിക്കാൻ അവിടെ ഒരു പദം വഴി നിമിത്തം എന്നാ. അപ്പം വഴി നിമിത്തം ക്ഷീണിച്ചെന്ന. ഈ ശ്രദ്ധിച്ചേ, കനാനിലേക്ക് പോകാൻ എളുപ്പ വഴി ഉണ്ടായിരുന്നു. ദൈവം ഇവരെ അതിലെ വിട്ടില്ല. ആമേൻ. നമ്മളെല്ലാം എളുപ്പ വഴി പോകാനിരിക്കുന്നവരാ അല്ലേ? എളുപ്പ വഴി. നാട്ടിൽ കണക്ക് പഠിക്കുമ്പോൾ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. പെന്തിക്കോസുകാർ ഇപ്പൊ ആരാ എടുത്തേക്കുന്നത്? എളുപ്പ വഴിയിൽ ക്രിയ ചെയ്തോണ്ടിരിക്കുക. വന്ന ഉടനെ വീട്, വന്ന ഉടനെ വണ്ടി, വന്ന ഉടനെ നല്ല ജോലി, വന്ന ഉടനെ എല്ലാം എളുപ്പ വഴിയിൽ ക്രിയ. എങ്ങാനും തെറ്റിപ്പോയാൽ നീ ദൈവത്തിന്റെ വഴി എളുപ്പ വഴിയല്ല, ദൈവത്തിന്റെ വഴി തികവുള്ള വഴിയാ. എളുപ്പ വഴി മറ്റേ പുള്ളിയുടെതാ. ഏതാ പറ? ലോകത്തിന്റെ വഴി. മറ്റേ പുള്ളിയുടെ ശാശിന്റെ. അവനല്ലേ പറഞ്ഞത് ഇതെല്ലാം എന്റേതാ, ഒന്ന് ആരാധിച്ചാ മതി. കണ്ടോ എളുപ്പ വഴി കണ്ടോ? ഇത് മുഴുവൻ എന്റേതാന്ന്. ഒന്ന് ആരാധിച്ചാ മതി, അന്നേരം മുഴുവൻ. അത് പുള്ളി പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളവനെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ടെന്ന്. എളുപ്പ വഴിയാ. ദൈവത്തിന്റെ വഴി എളുപ്പ വഴിയല്ല, തികവുള്ള വഴിയാ. അപ്പൊ ഈ കനാനിലേക്ക് കനാനിന്ന് മിസ്രൈമിൽ പോകാൻ, അല്ലെ മിസ്രൈമിൽ നിന്ന് കനാനിൽ പോകാൻ എളുപ്പ വഴി. ആ വഴി ആ പദം ഒന്ന് വായിച്ചേ. പുറപ്പാട് 13:17. പുറപ്പാട് 13:17 എളുപ്പ വഴി എന്ന് തന്നെ കൊടുത്തേക്കുന്നത്. 13:17 കണ്ണിക തുടങ്ങും. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതെന്ന് കണ്ടോ? ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതെന്ന് എളുപ്പമുള്ള വഴിയാ. അടുത്ത വഴി ജനം യുദ്ധം മതി. ഫെലിസ്ത്യരുടെ ദേശത്തു കൂടെയുള്ള വഴി അടുത്ത വഴി എളുപ്പ വഴിയാ. അതിലെ വിട്ടില്ല. ആ വഴി വീതിയുള്ള വിശാലമായ രാജപാതയാ, വലിയ വഴിയാ, വണ്ടി പോകുന്ന വഴിയാ. എളുപ്പ വഴി ആയതുകൊണ്ടാണല്ലോ യാക്കോബിനോട് പിള്ളേർ പറഞ്ഞത്, അപ്പച്ചൻ ബെന്യാമിനെ വിടാതിരുന്നത് കൊണ്ടാ, വിടുകാരത്തെ ഞങ്ങളിപ്പോ 2 വട്ടം പോയിച്ച് വന്നത്. എളുപ്പ വഴിയാ, വണ്ടി പോകുന്ന വഴി. അതുകൊണ്ടാണ് യോസേപ്പ് രഥ വഹിച്ചത് ചെങ്കടൽ കിടക്കാതെ. അപ്പൊ എളുപ്പ വഴിയാ, വണ്ടി പോകുന്ന വഴി, വീതിയുള്ള വഴി. നമുക്കെല്ലാം അങ്ങനെയുള്ള വഴി കൂടെ പോകാനാണ് ഇഷ്ടം. പക്ഷെ ദൈവം ഇവരെ അതിലെ വിട്ടില്ല. അതിന്റെ ഒരു കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, അത് പെലിസ്ത്യരുടെ ദേശത്തു കൂടെയുള്ള വഴിയാ. അതിന്റെ കാരണം പറയാം. പെലിസ്ത്യർ എന്ന് പറഞ്ഞാൽ നല്ല അതികായകന്മാരാ, എല്ലാം ഒന്നുക്കൊന്നൊക്കെ മെച്ചമാ. ശൗമേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ ഇന്നലെ ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഭാഗം വിസ്തരിച്ചു. 17-4 മുതൽ വായിച്ച പെലിസ്ത്യരുടെ നെടുപ്പും അവന്മാരുടെ താന്റേടവും കാണാം. 17:4. അപ്പോൾ ഫെലിസ്ത്യന്മാരുടെ ഫെലിസ്ത്യന്മാരെന്നൊന്നുമില്ല. അപ്പോൾ ഫെലിസ്ത്യരുടെ പട്ടാളത്തിൽ നിന്ന് ഗദ്യനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ട് അവൻ 6 മുഴം 1 ചാണും നെഞ്ചുടുപ്പുള്ളവനായിരുന്നു. നെടുപ്പമുള്ളവനായിരുന്നു. സെക്രട്ടറി സ്ഥാനം മിക്കവാറും പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പറയാം, നോക്കിക്കോണം. അപ്പോൾ പെലിസ്ത്യരുടെ പാളയത്തുനിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്നു. അവൻ 6 മുഴ 1 ചാൺ നെടുപ്പ്, അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്രം, അവൻ 5000 ശേക്കൽ തൂക്കമുള്ള താമര കവചം ധരിച്ചു. അവന് കാൽച്ചൊട്ടയിൽ ചുമലി താമരം കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പതിരി പോലെയായിരുന്നു. കുന്തത്തിന്റെ അലക് 600 ശേക്കയിൽ ഇരുമ്പ്. ഒരു പരിചയക്കാരൻ അവന്റെ മുൻപിലും. ഇതാണ് ഈ പെലിസ്ത്യരുടെ പ്രകൃതി. 6 മുഴ 1 ചാൺ, നല്ല അതികായകന്മാരാ. ഈ രാജപാതകളുടെ 2 വശത്ത് യോമാര് പതിയിരിക്കുക, ഭയങ്കര നെടുപ്പും കരുത്തും, നല്ല മിടുക്കന്മാരാ.
അപ്പൊ ഈ ഇസ്രായേൽ മക്കള് മിസ്രയീം പുറപ്പെട്ട് പാട്ടുമൊക്കെ പാടി ഇതിലെ അങ്ങോട്ട് വരും. വീതിയുള്ള വഴിയാ. ദൈവം ഞങ്ങളെ നടത്തിയെന്നൊക്കെ പറഞ്ഞ് സ്തോത്രം. ഹാലേലൂയ, നല്ലവനും വല്ലവനും വിശ്വസ്തനും. ഹാലേലൂയ, വിശാലമായൊരു വഴി ദൈവം ഞങ്ങൾക്ക് വേണ്ടി. ഹാലേലൂയ, ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല. നന്ദിയോട് സ്തുതിക്കുന്നു. ജീസസ്. പാമ്പ് ഈറ്റും പോലെ നിന്ന് ഈറ്റി. അങ്ങനല്ലേ ഇപ്പൊ സാക്ഷി പറയുന്നത്. ജീസ്. ഇങ്ങനെല്ലാം പറഞ്ഞ് ഈ വഴി കൂടെ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ പാട്ടുമൊക്കെ പാടിയാ വരുന്ന മോക്ഷയാത്രയാണിത്. തമ്പേറുമൊക്കെ അടിച്ച് പാട്ട് പാടി വഴി കൂടെ, വീതിയുള്ള വഴി കൂടെ കയറി വരുമ്പം പതിയിരിക്കുന്ന ഫെലിസ്ത്യൻ കയറി അടിക്കും. അത് ദൈവത്തിനറിയാം. അവന്മാരെല്ലാം യുദ്ധം ചെയ്യുന്നവരാ. യവന്മാരടിക്കുമ്പോൾ ഇസ്രായേലിന്റെ കുഴപ്പടി തിരിച്ചടിക്കാൻ അറിയത്തില്ല. കാരണം സംഖ്യായിൽ ന്യായാധിപന്മാർ എടുക്കേണ്ട വാക്യമുണ്ട്. യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളെ യുദ്ധം അഭ്യസിപ്പിക്കുവാൻ യഹോവ വെച്ച ജാതി എന്ന. അപ്പൊ ആ വാക്യന്റെ അർത്ഥം ഇവർക്ക് യുദ്ധം അറിയത്തില്ല. ഞാൻ യുദ്ധമെന്ന് ഓർത്ത് ഉദ്ദേശിച്ചത് ആത്മിക യുദ്ധമാണ്. ഒരു ദൈവവൈതലിന് യുദ്ധം നടക്കുന്നത് പുൽപ്പിറ്റയിലും പ്രസംഗവേദിയിലും വെളിയിലുമല്ല. നമുക്ക് യുദ്ധം നടക്കുന്ന പ്രാർത്ഥനാ മുറിക്കകത്താണ്. അവിടെ എതിരാളി വെളിപ്പെടുന്നത്. അല്ല, ഓഫീസിലല്ല, ഓഫീസിലല്ല, പുൽപ്പിറ്റയിലല്ല, പ്രവർത്തന മണ്ഡലത്തിലല്ല. യുദ്ധം നടക്കുന്ന പ്രാർത്ഥനാ മുറിക്കകത്താ. ഇസ്രായേൽ മക്കൾക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. പിന്നെ ഒന്നും അറിയാൻ മേലാടിയിൽ ഇവർക്ക് രണ്ട് കാര്യം അറിയാം ഇസ്രായേലിന്. ഒന്ന്, കുഴയ്ക്കാൻ അറിയാം. ഇഷ്ടിക 400 കൊല്ലമായിട്ട് തൊഴിലാതെ കുഴയായിരുന്നു. നല്ല കുഴയാ. കുഴയ്ക്കാൻ നന്നായിട്ട്. ചില ശ്രദ്ധിച്ച് ഒരു വിഷയം കൊടുത്തേ കുഴച്ച് കയ്യിൽ തരും. തലയാഴ്ച കൊടുക്കണം, പിറ്റേ ആഴ്ച അത് കുഴച്ച് ഫോൺ ചെയ്യേണ്ടവരെ ഫോൺ ചെയ്ത് ചെല്ലേണ്ടടുത്ത് എന്ന് ഒപ്പിക്കാവുന്ന ടോർപ്പിടല്ല ഒപ്പിച്ച് നല്ലതുപോലെ കുഴച്ചുകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കാനറിയാം. ഒന്ന്, കുഴയ്ക്കാനറിയാം. രണ്ട്, കഴിക്കാനും അറിയാം. അതിന് നല്ല ബിരുദ. പ്രാർത്ഥിക്കാൻ മാത്രം കൊള്ളുകയല്ല, ആത്മിക യുദ്ധത്തിന് കൊള്ളത്തില്ല. അപ്പൊ യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇവരെ അങ്ങോട്ട് കയറ്റുമ്പം ഫെലിസ്ത്യർ കയറി യുദ്ധം ചെയ്യും. അപ്പൊ ഇവർക്ക് തിരിച്ചടിക്കാൻ ഒക്കാതെ വരുമ്പോ പുറകോട്ടോടും. അത് വരാതിരിക്കാൻ ആ വീതിയുള്ള വഴി കൂടെ വിടാഞ്ഞത്. നമുക്ക് ചില വഴി നല്ല വഴിയും വിടുതലിന്റെ വഴിയായിട്ട് തോന്നും, പക്ഷെ അതിലെ അനർത്ഥമൊക്കെ ദൈവത്തിനറിയാം. അതുകൊണ്ടാ ചില ഇടുക്കം, ചില ഞെരുക്കം ദൈവം തരുന്നത്. നമുക്കൊരു ആത്മിക യുദ്ധത്തിനായിട്ട് ഒരുങ്ങാം. ഞാൻ ഈ വിഷയം പ്രസംഗിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണമെങ്കിലും ചില ചിന്ത ദൈവം നമുക്ക് നൽകി. എന്നോട് പറഞ്ഞ 12:30 ഇരിക്കണമെന്ന 12:30 പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.